പച്ചിച്ചി ഇന്ന് എന്താ കറിയാക്കാൻ പോകുന്നു? ഞാൻ കണ്ട ഇന്ന് ഒരു കപ്പയ്ക്ക പറിച്ച് നമുക്ക് തോരൻ വെക്കാന്ന് വിചാരിച്ചു. കപ്പയ്ക്കയോ? അത് നല്ലൊരു സാധനമാണോ? പിന്നെ നല്ല സാധനം ഇത് നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നില്ലേ, നല്ല സാധനം. ഇത് വിഷമൊന്നും ഇല്ലാത്ത നല്ലൊരു പച്ചക്കറിയായത് ഇത്. പക്ഷെ ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാനും ഇത് പിന്നെ പാചകം ചെയ്യാനും ഒക്കെ ചിലർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പം ഇത് ഇച്ചിരി അരിഞ്ഞെടുക്കാനൊക്കെ പ്രയാസമാണ്. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഇതിനെ അത്ര മൈൻഡ് ചെയ്യാത്തത്. പച്ചിച്ചയ്ക്ക് ഏറ്റവും വയസ്സാ? എനിക്ക് 65 വയസ്സുണ്ട് മക്കളെ. ആ, ഈ കിച്ചന് നല്ലൊരു വെട്ടിയായിരിക്കുന്നു. വീടും പരിസരമൊക്കെ എപ്പോഴും നമ്മൾ വൃത്തിയാക്കി വെക്കണ്ടേ. അത് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. മടിയില്ല, ഇതൊക്കെ ചെയ്യണം. കാരണം എനിക്ക് അടുക്കളയും പരിസരവും വീടും ഒക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. അതൊരു നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്നും തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കും മക്കളെ. പച്ചിച്ചി ഇത് ഏറ്റവും സമയമെടുക്കും അരിയാൻ ഇച്ചിരി പ്രയാസമായതുകൊണ്ട് മോനെ ഞാൻ മീഷോയിൽ നിന്ന് ഒരു നമുക്കുള്ള ഒരു എന്തുവാ എൻ്റെ പേരെന്തുവാ മക്കളെ, പിന്നെ ചോപ്പർ, ഒരു ഇലക്ട്രിക് ചോപ്പർ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് തോരൻ വയ്ക്കാനൊക്കെ അരിയാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്താണ്ട് ഒരു ബ്ലേഡും ഒരു ചെറിയൊരു ഇതും വരും. അത് നമുക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടണം. അങ്ങനത്തൊരു ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കും. കാണിച്ചു തരാം. കണ്ട് ഇങ്ങനത്തെ ഒരു സാധനമാണ്. നമ്മൾ കറണ്ടിൽ വെച്ചിട്ട് കണ്ട ഇങ്ങനെ ഒരു 3-4 കറക്കുമ്പോൾ അത് അതുകൊണ്ട് നന്നായിട്ട് അരിഞ്ഞു വരും. കണ്ട ഇനി പച്ചിച്ചി ഇതെല്ലാം പറയോ, ഇത് എവിടെ കിട്ടി, പേരും എന്താണ്? മീഷോയിൽ നിന്ന് വെച്ച് വാങ്ങിച്ചതാണ്. മീഷോയിൽ നിന്ന് ഒരു ഓർഡർ കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. മീഷോയിൽ നിന്ന്. അത് നല്ലൊരു സാധനമാണ് ഇത് കേട്ടോ. തോരനൊക്കെ അരിയാൻ എളുപ്പം. അതുകൊണ്ട് ഈ കപ്പയ്ക്കൊക്കെ കണ്ട നന്നായിട്ട് കണ്ട അരിഞ്ഞു വന്നത് കണ്ട. ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങൾ സവാളയൊക്കെ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതങ്ങനെ ചെയ്യാം, നമുക്ക് ചെയ്യാം. ഇനി ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചു കൊടുക്കാം. 1 കപ്പയ്ക്ക ഗ്രൈൻഡ് ചെയ്തിട്ട്, എന്നിട്ടൊന്ന് വല്ലിടയും ഉള്ളിയും ഗ്രൈൻഡ് ചെയ്തിട്ട്, കറിവേപ്പില, വെളുത്തുള്ളി, തേങ്ങയും മഞ്ഞളും എല്ലാം ചവച്ച് വെക്കാം. എന്നിട്ടൊന്ന് പച്ചമുളകും, കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും മഞ്ഞളും എല്ലാം ചവച്ച് വെക്കാം. ഇനി എല്ലാം വെക്കാം. സൂപ്പർ ടേസ്റ്റ്. ബൈ.